അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിമിതമായ ലോകത്ത് അപരിമിതമായ വികസനങ്ങൾ സാധ്യമാണ് എന്നാരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവൻ ഒന്നെങ്കിൽ ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരിക്കുമെന്ന് കന്നറ്റ് ബൗൾഡിംഗ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനേകം പരിമിതികൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്. 2006 ശേഷമാണ് ഈ ലോകത്തിൻ്റെ പരിമിതികളെ മറികടക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വികസനം കൊണ്ടുവരുന്നതെങ്കിൽ അവയെ തടയിടണമെന്ന് ആദ്യമായി റോം കമ്മീഷനാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇങ്ങനെ എല്ലാം സമ്പാദിക്കാനുള്ള വാതായനങ്ങൾ തുറക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ നിങ്ങൾ വിനിയോഗിക്കൂ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരു ഭാഗത്ത് കൊട്ടിഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് പാവപ്പെട്ട അതിദരിദ്രരും ഗ്രാമവാസികളുമായ മനുഷ്യർ വ്യാകുലതപ്പെടുന്നുണ്ട്. കാരണം അവർ നട്ടു വളർത്തുന്ന പച്ചകൃഷികളും മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും ജീവിച്ചു പോരുന്ന ആവാസ വ്യവസ്ഥയെ തച്ചുടയ്ക്കുന്ന വികസന പദ്ധതികളാണ് ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. സിലാറ്റിൻ മൂപ്പനോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ എനിക്ക് വിലക്ക് തന്നേക്കൂ, ഞാനിതിനെ വലിയ സമ്പുഷ്ടമായി വികസിതമാക്കി ഒരുപാട് സമ്പാദ്യങ്ങളുള്ള ഒരു മണ്ണാക്കി തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടുത്തെ വായുവിന് ആരാണ് വില നിശ്ചയിക്കുക? ഇവിടുത്തെ മണ്ണിന്, ഇവിടുത്തെ ജീവിതജാലങ്ങൾക്ക് ആരാണ് വില നിശ്ചയിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് വളരെയധികം പ്രസക്തമാണ്. അടുത്ത കാലങ്ങളിൽ നമ്മുടെ കൊച്ചി നഗരം പോലും വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോയത് നമ്മൾ അറിയുന്നുണ്ട്. അമേരിക്കയിലെ അനേകായിരം ഗ്രാമങ്ങളിൽ തീ പടർന്ന് കാട്ടുതീ കത്തിയമർന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മുംബൈയിൽ, ഡൽഹിയിൽ, ഹൈദരാബാദിൽ തുടങ്ങിയ നഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ 90% പേരും അവർക്ക് ക്യാൻസർ പിടിപെടാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ്. ഒന്നും വന്യജീവികൾ വന്ന് നിർമ്മിച്ചതല്ല, മനുഷ്യനാകുന്ന നമ്മൾ ചെയ്തതാണ്. എങ്ങനെ? വികസനം എന്ന 4 അക്ഷരം കൊണ്ട്. എന്താണ് വികസനം? മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായി അവൻ കുതകുന്ന, പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രവർത്തനങ്ങളെയാണ് വികസനമായി പുതിയ കാലം ആവിഷ്കരിക്കുന്നത്. എന്തുകൊണ്ട്? അതല്ല എങ്കിൽ മനുഷ്യൻ തന്നെ ഇല്ലാതെയാകും. പിന്നെ എന്തിനാണ് വികസനം എന്ന ചോദ്യം പ്രസക്തമാവുകയും ചെയ്യും എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന്? G20 ആശയങ്ങൾ ഈ അടുത്ത കാലത്താണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും മുന്നോട്ട് പറയേണ്ടി വന്നത്. ഐക്യരാഷ്ട്രസഭ രൂപം നൽകിയതായ ഇന്ത്യൻ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നുണ്ട്, 1-ാം ലോക മഹായുദ്ധകാലത്ത് രാജ്യങ്ങൾ എങ്ങനെ വികസിച്ചിരുന്നുവോ അങ്ങനെ വികസിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് മനുഷ്യരുമില്ല, ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകുമായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ വികസിതമല്ലാത്ത രാജ്യങ്ങൾ വികസിത രാജ്യത്തിൻ്റെ മുഖത്തു നോക്കി പറയുന്നു, നിങ്ങൾ വികസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ വികസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ നമ്മുടെ വികസനങ്ങൾ നമ്മൾ നോക്കണം. പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ടും അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ വഴിയല്ലാതെ പൈപ്പുകൾ വഴിയും നൽകുന്നു. എങ്ങനെയാണ്? പാവപ്പെട്ടവർക്ക് അന്നമാണ് ആവശ്യം. അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന ഈ വികസനങ്ങൾ. എന്ത് പ്രായോഗികതയാണ് ചെയ്യുന്നത്? അതും ഒരുപാട് ആഴങ്ങളിൽ കീറി അവിടെയുള്ള പൈപ്പുകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വികസനം. എന്തിനാണ് വികസനം എന്ന് പറയുന്നത്? എല്ലാ സർക്കാരുകളും ഭരണപക്ഷങ്ങളും ചിന്തിക്കുന്നത് അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ വികസനങ്ങളെ പ്രകോപിതമാക്കി വലിയ ഒന്നാക്കി ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞ് അതാണ് വികസനം എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നഗരങ്ങളിൽ ജീവിക്കുമ്പോൾ അവിടെ ജീവിക്കേണ്ട മനുഷ്യർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളുണ്ട്. പുതിയ സർക്കാർ, പുതിയ കമ്മിറ്റികൾ, പുതിയ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. മനുഷ്യന് ജീവിക്കാൻ അവൻ്റെ വായുവിന് അവൻ അവകാശമുണ്ട്, അവൻ കുടിക്കുന്ന വെള്ളത്തിന് അവൻ അവകാശമുണ്ട്. ഇതെല്ലാം വരും കാലങ്ങളിൽ നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലേക്ക് കുടിയേറി പറക്കാനുള്ളതാണ്. എന്തുകൊണ്ട്? അങ്ങനെയാണ് നമ്മുടെ കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ മഴ വരുമ്പോഴേക്ക് നമ്മുടെ പ്രകൃതി അവയെ സ്വീകരിക്കുന്നില്ല. കാരണമെന്ത്? മനുഷ്യൻ്റെ വികസന പ്രവർത്തനം. കണ്ട എല്ലാ മരങ്ങളും ഇടിച്ചു നിരത്തി അവ മുഴുവനും റോഡുകളും പാലങ്ങളും തോടുകളുമായി ആവിഷ്കരിക്കുമ്പോൾ അവിടെയെല്ലാം മണ്ണ് കുടിച്ച് ജനങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ജീവജലങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. മണ്ണൊലിപ്പുകൾ സംഭവിക്കുന്നു, അനേകായിരം മനുഷ്യർ മരിക്കുന്നു.
എന്തുകൊണ്ട് മനുഷ്യൻ്റെ വികസനം മാത്രമാണ്? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് വ്യക്തമായ വികസനം എന്താണ് എന്ന് പറഞ്ഞു നൽകാൻ ഇവിടെ ആളില്ലാതെ പോകുന്നു? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥമായ ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ട് സമ്പാദ്യത്തിന് ഊന്നൽ നൽകാതെ മനുഷ്യ ജീവിതത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എന്നാണോ ഇവിടെ വികസനം നടപ്പിലാകുന്നത്, അന്നു മാത്രമാണ് ഇവിടെ നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാനാവുകയുള്ളൂ. വികസനം എന്ന് പറയുന്നത് ഒരുപാട് ബിൽഡിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിൽ റോഡുകളോ തോടുകളോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ പ്രകൃതിയോട് ഇണങ്ങി നല്ല രൂപത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കുക, അതാണ് വികസനം. അല്ലാഹു തആല നമ്മൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. വരും കാലങ്ങളിൽ ഇവയെല്ലാം തിരുത്തി നല്ലതായ ഒരു പ്രകൃതിയെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ സമൂഹത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.